ഹലോ കേസ് നമ്മൾ ഇന്ന് തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. തമിഴ്നാട് 5 ഗ്രാമം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഷുവിൻ്റെ അവിടെ എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളോട് വൈഫിനെയൊക്കെ കൂട്ടിയിട്ട് പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ട് വരാനായിരുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ട് ട്രെയിനിലൊക്കെ പോയി ഇത്രയും സമയം നിന്ന് കഴിഞ്ഞാലൊന്നും പറ്റില്ല, ഭയങ്കര ഇറിറ്റേഷനാവും. അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. വൈഷാണെങ്കിൽ മുണ്ടൊക്കെ ഇട്ട് സെറ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു മുണ്ട് ഇടണ്ടെന്ന്, പക്ഷേ അവൻ മുണ്ടൊക്കെ ഇട്ട്. പിന്നെ നമ്മൾ ട്രെയിനിൽ കയറിയപ്പോൾ ഫുള്ള് സീറ്റ് ഉണ്ടായിരുന്നു. വൈഷ് ഓടി കയറി പിടിച്ച സീറ്റാണ്. പക്ഷേ ഇവിടെ മൊത്തം കാലിയാണ്, ആരും ഇല്ല ട്രെയിനിൽ. അങ്ങനെ നമ്മൾ ട്രെയിനിൽ റീൽസൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവൻ എന്നോട് സാരി ഉടുത്തിട്ട് വരാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സാരി ഉടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടുപോയേനെ. പിന്നെ ഈ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. കാരണം എന്തൊക്കെയോ പോലെ ആവുന്നു ഇങ്ങനത്തെ ഫംഗ്ഷൻ വെയറൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ. പിന്നെ ഇതേ കടലക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, ട്രെയിനിൽ നിന്ന് കടലൊക്കെ വാങ്ങിച്ചു തന്നു. പിന്നെ അവന് ഇഞ്ചി മുട്ടായിയൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അടുത്ത ബോഗി കയറി നോക്കിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സീറ്റ് മാറി മാറി ഇരുന്നിരുന്ന് ബോറടിച്ചപ്പോൾ ഞാനിത് ഡോറിൻ്റെ അടുത്തേക്ക് വന്നു നിന്നിട്ടുണ്ട്. വൈഷനാണെങ്കിൽ ദേഷ്യം വരും ഇങ്ങനെ ഡോറിൻ്റെ അടുക്ക നിൽക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ നല്ല നല്ല തെങ്ങിൻ പാടങ്ങളൊക്കെ കണ്ട് വയലും ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കണ്ട് ഞാൻ ഡോറിൻ്റെ അടുക്ക നിൽക്കുമ്പോൾ അവനിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഡോറ് വന്ന് അടിക്കും, വീണ് പോകും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തു. ഇതൊക്കെ എന്തെന്നുള്ള മട്ടിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. പിന്നെ ഇത് ഓടി നടക്കാൻ സ്ഥലമുള്ളതുകൊണ്ട് കുറച്ച് സമയം അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് നടന്ന് കളിച്ചു. പിന്നെ അവനിത് ബാത്റൂമിൽ പോയ കഥയാണ് പറഞ്ഞത്. ബാത്റൂമിൽ ഭയങ്കര ശോകമാണ്, അത്രയും വൃത്തികേടെന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവനോട് ആരാണ് പോകാൻ പറഞ്ഞത്? പോയതുകൊണ്ടല്ലേ അതൊക്കെ കണ്ടത്. അപ്പോൾ ഇവിടുത്തെ ട്രെയിനൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണ്ടി നമുക്കിനി ഒരു ഓട്ടോനാണേ പോകുന്നത്. ബസ് ഇല്ല, സമയത്തിനൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഓട്ടോന് 600 രൂപയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ 600 രൂപ കൊടുത്ത് ഓട്ടോന് പോയി. അവിടെ എത്തി. അവൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ഒരുമിച്ചാണ് പോയത്. ഫ്രണ്ട്സും അവരുടെ വൈഫൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവരെയൊന്നും വീഡിയോസൊന്നും എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അവിടെ പോയപ്പോൾ കണ്ട കാഴ്ച ഇങ്ങനെയൊക്കെയായിരുന്നു. എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്ന. ഇവൻ ഓണപ്പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചു കൊണ്ടുവന്നത്. ഇവിടെ എത്തിയപ്പോൾ മനസ്സിൽ കണ്ടത് ഓണപ്പരിപാടിയല്ലേ, അത്തപ്പൂക്കളൊക്കെ ഇട്ട് ഇങ്ങനെ എന്തൊക്കെയോ പരിപാടികൾ ഞാൻ മനസ്സിൽ കണ്ടത്. പിന്നെ ഇത് ഇവർ ഫോട്ടോ എടുക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോൾ ഞാനങ്ങ് സൈഡിലേക്ക് മാറി നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോൾ എന്തൊക്കെയോ അവർ തീയൊക്കെ കത്തിക്കുന്നൊക്കെയാണ് കണ്ടത്. എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല. പാല് കാച്ചിലാണ് സംഭവം എന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളിത് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഫുഡ് കഴിക്കലാണല്ലോ നമ്മളുടെ മെയിൻ. അങ്ങനെ ഇത് സദ്യയാണ്. സദ്യയുടെ കൂടെ ചിക്കൻ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ അവർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിത് അവർ മീറ്റിങ്ങിന് പോയപ്പോൾ ഞാനിത് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഒന്ന് ഫ്രഷപ്പായിട്ട് ഉറങ്ങാമെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പിന്നെ ഒറ്റയ്ക്കായതുകൊണ്ടൊരു പേടി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, വന്ന വടെ ഇവിടെ കയറി കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് നമുക്ക് ഇവിടെയാണ് സ്റ്റേ. അപ്പോൾ നാളെ രാവിലെ ഇനി വീട്ടിലേക്ക് പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.